ഹായ് ഫ്ലട്ടർ ഡെവലപ്പേഴ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷനിൽ ലൈൻ ചാർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാക്കേജ് ആവശ്യമുണ്ട്. FL ചാർട്ട് എന്ന് പറഞ്ഞ പാക്കേജാണ് നമുക്ക് ആവശ്യം. ഇതൊരു പവർഫുൾ പാക്കേജാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്പിലുള്ള ചാർട്ടുകൾ നമ്മുടെ ഫ്ലട്ടർ പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബാർ ചാർട്ടിൻ്റെയും പൈ ചാർട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ലൈൻ ചാർട്ടിൻ്റെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പാക്കേജ് നമ്മുടെ ഡിപ്പെൻഡൻസിയിലേക്ക് ആഡ് ചെയ്യാം. pubspec.yaml ഫയലിൽ ഡിപ്പെൻഡൻസിൻ്റെ അണ്ടറിൽ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ സ്കഫോൾഡിൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ ഒരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിൻ്റെ ഉള്ളിൽ ചിൽഡ്രനായിട്ട് ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞ ഒരു വിഡ്ജറ്റ് നമ്മുടെ പാക്കേജ് അവൈലബിൾ ആണ്. ലൈൻ ചാർട്ട് ആഡ് ചെയ്യുക. ദെൻ ലൈൻ ചാർട്ടിന് എന്തൊക്കെയാണ് ആവശ്യം നമുക്ക് നോക്കാം. ലൈൻ ചാർട്ടിന് ആവശ്യം ലൈൻ ചാർട്ട് ഡാറ്റയാണ്. ലൈൻ ചാർട്ട് ഡാറ്റയിലേക്ക് എന്തൊക്കെ വേണം നോക്കുക. ലൈൻ ചാർട്ട് ഡാറ്റയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു ലേഔട്ട് കാണാൻ വേണ്ടി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ലൈൻ ബാർസ് ഡാറ്റ എന്നൊരു ഡാറ്റയാണ്. ലൈൻ ബാർസ് ഡാറ്റയിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ലിസ്റ്റ് ഓഫ് ലൈൻ ചാർട്ട് ബാർ ഡാറ്റകളാണ്. ലൈൻ ചാർട്ട് ബാർ ഡാറ്റ. ഓക്കെ, ഇതിലേക്ക് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. ഇതിലേക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സ്പോർട്സ് ആണ് ഇതിൽ മെയിനായിട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ലൈൻ ചാർട്ടിലെ ഓരോ സ്പോട്ടുകളാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോണത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാനൊരു കോളത്തിനുള്ളിലാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഫിക്സ്ഡ് ഹൈറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റുമായിട്ട് ഞാൻ ഇത് റാപ്പ് ചെയ്യുന്നു. അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ആയിട്ട് ഞാനൊരു 1.0 കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നമുക്കൊരു മാക്സ് എക്സ് ആയിട്ട് ഞാനൊരു 10 കൊടുക്കുന്നു. ഒരു മാക്സ് എക്സും ഒരു മാക്സ് വൈയും കൊടുക്കണം. അപ്പം മാക്സ് വൈ ആയിട്ട് ഞാനൊരു 10 തന്നെ കൊടുക്കുന്നു. ഇനി മിൻ എക്സ് നമ്മൾ കൊടുക്കണം. മിൻ എക്സ് 0 ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. മിൻ വൈ നമ്മൾ കൊടുക്കണം. അതും 0 ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. കണ്ടോ, ഒരു ഗ്രാഫ് വന്നുണ്ടോ? അപ്പോൾ നമ്മൾ മിനിമം എക്സ് ആയിട്ട് 0, മിനിമം വൈ ആയിട്ട് 0. അപ്പോൾ 0 തൊട്ടായിരിക്കും എക്സും വൈ സ്റ്റാർട്ട് ചെയ്യുക. മാക്സിമം എക്സ് ആയിട്ട് 10, മാക്സിമം വൈ ആയിട്ട് 10. അപ്പോൾ മാക്സിമം ആയിട്ട് 10 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് എങ്ങനെ നമുക്ക് ഓരോ സ്പോട്ടുകളും ആഡ് ചെയ്യാമെന്നാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോണത്. സ്പോട്ടുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലിസ്റ്റ് ഓഫ് സ്പോട്ടുകളാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ FL സ്പോട്ട് എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പോട്ടുകൾ ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ FL സ്പോട്ടിലേക്ക് എന്തൊക്കെ വേണം? ഒരു എക്സും വൈയും വേണം. അപ്പം എക്സും വൈയും എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു 2x ആയിട്ടും 2y ആയിട്ടും കൊടുക്കുകയാണ്. സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ, എക്സിൻ്റെ 2ഉം വൈൻ്റെ 2ഉം കൂട്ടിമുട്ടുന്ന ആ പോയിന്റിലാണ് ആ പോയിന്റ് വന്നിരിക്കുന്നത്, ആ ഡോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇങ്ങനെ നമുക്ക് സ്പോട്ടുകൾ ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഞാനൊരു 4ഉം x3ഉം y4ഉം ആയിട്ടുള്ള ഈ പോയിന്റിലേക്ക് ആ പോയിന്റ് കൊണ്ടുവരാം. x3 y4 സേവ്. കണ്ടോ, ആ പോയിന്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി എങ്ങനെ ഒരു ലൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. 2 സ്പോട്ടുകൾ ആഡ് ചെയ്യുന്നതാണ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പോട്ടും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സ്പോട്ട് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ലൈൻ വേണം അത് ആ രീതിക്കാണ് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ലൈനാണ് വേണ്ടതെന്ന് വെച്ചോ. അപ്പോൾ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് വേണ്ടതെന്ന് വെച്ചോ. അപ്പോൾ എങ്ങനെ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് വരണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എക്സ് നോക്കുക 6 ആണ്, ഇതിൻ്റെ വൈ നോക്കുക 6 ആണ്. അപ്പോൾ നെക്സ്റ്റ് FL പോയിൻ്റായിട്ട് 6 അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്യുക. കണ്ടോ, അവിടെ പോയിന്റ് വന്നു, ആ 2 പോയിന്റും കൂടെ ആഡായി. അപ്പോൾ ഒരു ലൈനായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്. ഇങ്ങനെയാണ് ഇതിൽ പോയിന്റ്സ് ആഡ് ചെയ്യുന്നതും ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും. ഞാൻ കുറച്ച് FL പോയിന്റുകൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ കുറച്ച് FL പോയിന്റുകൾ ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കുറേ സ്പോട്ടുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ടിനനുസരിച്ച് ഒരു ലൈൻ ചാർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പം ഞാൻ ഇങ്ങനെ മൾട്ടിപ്പിൾ പോയിന്റ്സുകൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് ലൈൻസ് ഇങ്ങനെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഈ ലൈൻസിനെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ പാക്കേജിൻ്റെ ഫയലിലേക്കൊന്ന് വരാം. ഇവിടെ ഈ പാക്കേജിൻ്റെ റീഡ്മി ഫയലിൽ ഇവർ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ലൈൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ പോരാത്തതിന് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ റീഡ്മി ഫയൽ വായിച്ചു പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ കൂടാതെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ഓവർവ്യൂവിൽ ഇവരൊരു ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞ ഒരു ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, പൈ ചാർട്ട്, ഇതിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ലൈൻ ചാർട്ടിനും ബാർ ചാർട്ടിനും പൈ ചാർട്ടിനും ഒക്കെ എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇത് അവിടെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. ജസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈൻ ചാർട്ടിൻ്റെ കോഡും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോണത് നമുക്ക് ഈ ഒരു രീതിക്കൊരു എന്താ പറയുക, നമ്മുടെ ഔട്ട്പുട്ട് ഈ രീതിക്ക് ആക്കാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ സ്പോട്ടുകളൊന്നും അങ്ങനെ ഒരു ഡോട്ട്സ് കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ആ രീതിക്ക് എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇതുണ്ടോ, ഇത് കർവ്ഡാണ്, പക്ഷേ ഇതെന്തോ കർവ്ഡ് അല്ല. ഇതിൻ്റെ എഡ്ജുകളൊക്കെ ഇങ്ങനെ ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനെ കർവ് ആക്കാൻ നോക്കാം. അതിന് ഇവിടെ ഒരു പ്രോപ്പർട്ടി അവൈലബിൾ ആണ്. ഈസ് കർവ്ഡ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി അവൈലബിൾ ആണ്. അത് ട്രൂ ആക്കി സെറ്റ് ചെയ്യാം. കണ്ടോ, ആ എഡ്ജ് കർവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇവിടെ പോയി നോക്കിക്കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ലൈനാണ് പോയേക്കുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ അവിടെ ഹോവർ ചെയ്യുമ്പോൾ മാത്രമേ ആ പോയിന്റ് വിസിബിൾ ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് ആ പോയിന്റ്സ് നമുക്ക് ഒഴിവാക്കണം. അതിനു വേണ്ടി ഒരു ക്ലാസ് അവൈലബിൾ ആണ്, ഡോട്ട് ഡാറ്റ എന്ന് പറഞ്ഞു. നമുക്ക് ആ ഡോട്ട് ഡാറ്റയിൽ പോയിട്ട് അതിൽ ഷോ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഫോൾസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോട്ട് അവിടെ നിന്ന് ഡിസപ്പിയർ ആവും. ഓക്കെ, ഇനി അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ, മൊബൈലാണെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് കാണുള്ളൂ. മൗസിൽ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതവിടെ കാണത്തുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ബാർ വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി അവൈലബിൾ ആണ്. നമുക്കതൊരു 4 ആക്കി സെറ്റ് ചെയ്യാം. കണ്ടോ, അതിൻ്റെ വിഡ്ത്ത് കൂടി 6 ആക്കി വയ്ക്കുക. കണ്ടോ, ഇപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. കളർ ഞാനൊരു ഗ്രീൻ ആക്സെൻറ്റ് കൊടുക്കാൻ പോവാണ്. കണ്ടോ, കളറും ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ഈ ഗ്രാഫ് അത് കാണുന്നില്ല, ആ ഒരു ഗ്രിഡ് കാണുന്നില്ല. ഈ ഒരു എക്സാമ്പിളാണെങ്കിൽ ഗ്രിഡുണ്ട്. അപ്പം നമ്മുടെ എക്സാമ്പിളിൽ ആ ഗ്രിഡ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ലൈൻ ചാർട്ട് ഡാറ്റയിലേക്ക് വരിക. ലൈൻ ചാർട്ട് ഡാറ്റയിലാണ് ഈ ഗ്രിഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഗ്രിഡ് FL ഗ്രിഡ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിൽ ഷോ പ്രോപ്പർട്ടി ഒന്ന് ഫോൾസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രിഡ് അവിടുന്ന് പോകുന്നതായിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ ബോർഡർ എങ്ങനെ ഒഴിവാക്കാൻ നോക്കാം. അതിന് ബോർഡർ FL ബോർഡർ ഡാറ്റാസ് എന്നൊരു ക്ലാസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഷോയും ഒന്ന് ഫോൾസ് ആക്കി കൊടുക്കുക. അപ്പോൾ ആ ബോർഡറും പോകും. ഇനി ആ ബോർഡറിൻ്റെ കേസിൽ ഇവിടെ അടിയിൽ മാത്രം ബോർഡർ ഉണ്ട്, ഇവിടെ ഒന്നും ബോർഡറില്ല. അപ്പോൾ അടിയിൽ മാത്രം ബോർഡർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ ബോർഡർ എന്ന് പറഞ്ഞ ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടിയിലേക്ക് വന്നിട്ട് ബോട്ടം എന്നുള്ള മാത്രം ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ബോർഡർ സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നിട്ട് അതിൻ്റെ കളറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോർഡർ വരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഷോ എന്നുള്ള ഫോൾസ് ആക്കിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ട്രൂ ആക്കുക. കണ്ടോ, അടിയിൽ ആ ബോർഡർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റിലും കൂടെ ബോർഡർ ഇടണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇതേ സാധനം കോപ്പി ചെയ്യുക. എന്നിട്ട് ബോട്ടം എന്നുള്ള അവിടെ എന്താ പറയുക, ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി നമുക്ക് അവൈലബിൾ ആണ്. ആ ലെഫ്റ്റിലേക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ലെഫ്റ്റിലും റൈറ്റിലും ഇതുണ്ടോ, ഈ ചുറ്റും ഓരോ അളവുകൾ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കൊടുത്ത അളവുകളാണ് ഇവിടെ കാണിക്കുന്നത്. അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ടൈറ്റിൽ ഡാറ്റ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഷോ ഒന്ന് ഫോൾസ് ആക്കി വയ്ക്കുക. കണ്ടോ, ആ ചുറ്റുമുള്ള ആ വേരിയബിൾസ് ഒക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിലുള്ള ആ പോർഷൻ ഫുള്ള് ഷെയ്ഡാക്കി കൊടുത്തേക്കുന്നുണ്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ലൈൻ ചാർട്ട് ബാർ ഡാറ്റയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ബിലോ ബാർ ഡാറ്റ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ബിലോ ബാർ ഡാറ്റയിൽ ഒരു ബാർ ഏരിയ ആണ്. ബാർ ഏരിയ എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് കസ്റ്റമൈസ് ചെയ്യാൻ പോകുന്നത്. അത് ട്രൂ ആക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ കണ്ടോ, അതിൻ്റെ അടിയിലേക്കുള്ള ആ ഏരിയ അവിടെ ഷെയ്ഡാക്കി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
കണ്ടോ, ഷെയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ബിലോ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ടോപ്പ് പോർഷനും ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. അതിന് എബോ ബാർ ഡാറ്റ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ ബാർ ഏരിയ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ട്രൂ ആക്കി സെറ്റ് ചെയ്യുന്നു. കണ്ടോ, അതിൻ്റെ എബോ ആയിട്ടുള്ള പോർഷൻസും സെറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്കിനി ഗ്രേഡിയൻറ്റ് കൊടുക്കാം. ഇതുണ്ടോ, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കുക. ഈ ഒരു എക്സാമ്പിൾ ഇതുണ്ടോ, ഒരു ഗ്രേഡിയൻറ്റ് ഷെയ്ഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടിയിൽ ആ റെഡ് അധികം ഇല്ല, എന്നാൽ മുകളിൽ നല്ല ഓണർ റെഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഗ്രേഡിയൻറ്റും കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലെഫ്റ്റിലും ഈ ചുറ്റുമുള്ള ഡാറ്റ നമ്മൾ കളഞ്ഞല്ലോ. ഇനി നമുക്ക് അവിടെ ആ ഡാറ്റ ഷോ ചെയ്യിക്കണം. നമുക്ക് ബോട്ടത്തിലുള്ള ഡാറ്റ മാത്രം ഷോ ചെയ്താൽ മതി. അങ്ങനെ ഒരു കണ്ടീഷനാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഈ ഗ്രാഫിൽ ബോട്ടത്തിലും ലെഫ്റ്റിലും മാത്രമേ ഡാറ്റ ഷോ ചെയ്യുന്നുള്ളൂ. അങ്ങനെ മാത്രം നമുക്ക് ഡാറ്റ ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാൻ നമ്മുടെ ടൈറ്റിൽസ് ഡാറ്റയിലേക്ക് വരിക. ഈ ഷോ എന്നുള്ള പ്രോപ്പർട്ടി അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് അവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. ബോട്ടം ടൈറ്റിൽസ്, ലെഫ്റ്റ് ടൈറ്റിൽസ്, അങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ബോട്ടം ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്, ലെഫ്റ്റാണ് വേണ്ടത്. ലെഫ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തിടുക. അതായത് റൈറ്റ് ടൈറ്റിൽസും ടോപ്പ് ടൈറ്റിൽസും കൂടെ ഒന്ന് ആഡ് ചെയ്തിടുക. എന്നിട്ട് അത് രണ്ടും ഒന്നും ചെയ്യേണ്ട. നമുക്ക് വേണ്ടത് എന്താണ്, ബോട്ടും ലെഫ്റ്റും മാത്രമാണ്. അപ്പോൾ ഈ ബോട്ടത്തിനും ലെഫ്റ്റിൻ്റെ ഉള്ളിൽ ഈ ആക്സിസ് ടൈൽസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് കോമൺ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, സൈഡ് ടൈറ്റിൽസ്. സൈഡ് ടൈറ്റിൽസ് എല്ലാം ഷോ ടൈറ്റിൽസ് എന്നുള്ള ട്രൂ ആക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ അത് മാത്രം അവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇതിപ്പോൾ എന്താ പറയുക, ഈ ഒരു എക്സാമ്പിൾ മാത്രം കാണിക്കാനാണ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ വരുമ്പോൾ നിങ്ങളിത് എന്താ ചെയ്യുക, ഒരു മെത്തേഡായിട്ട് ഒരു വിഡ്ജറ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് അതിനെ കോൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോഡ് റീഫാക്ടറിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഡിൻ്റെ റീയൂസിബിലിറ്റിയും കൂട്ടാൻ പറ്റും. ഓക്കെ, കോഡിൻ്റെ ലെങ്ത് അപ്പോൾ കുറയും. വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇപ്പം നമ്മൾ ലെഫ്റ്റിലും ബോട്ടത്തിലുള്ള ഡാറ്റാസ് ഷോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. ഇതിൽ കണ്ടോ, സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ കസ്റ്റമൈസ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് ഈ ബോട്ടത്തിൽ കാണിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ മറ്റു കുറച്ച് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. ആക്സസ് നെയിം സൈസ്, ആക്സസ് നെയിം വിഡ്ജറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ എന്താണ് കാണിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു ഐഡിയ കൊടുക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണത്. അതായത് ഇതുണ്ടോ, ഫിറ്റ് ഇൻസൈഡ് ദ അല്ല വേണ്ട, അതുണ്ടോ വാല്യൂ, അല്ലെങ്കിൽ 2019 അങ്ങനെ കൊടുത്തേക്കുന്നുണ്ടോ, അത് എന്താണ് അവിടെ ഷോ ചെയ്യുന്നത് എന്നുള്ളൊരു ഹിൻറ്റ് കൊടുക്കാനുള്ളൊരു ആ ഒരു പ്രോപ്പർട്ടിയാണത്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടി ഇതാ ആക്സസ് നെയിം വിഡ്ജറ്റ് ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു വിഡ്ജറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് എന്നുള്ള നമ്മൾ മന്ത് എന്നാക്കുക. ഓക്കെ, ഈ സൈഡിലാണ്. ഓക്കെ, നമ്മൾ ലെഫ്റ്റിലാണ് അത് ആഡ് ചെയ്ത് കൊടുത്തത്, നമ്മൾ അടിയിലാണ് അത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബോട്ടം ഡീറ്റെയിൽസ് വരിക, അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് ഈ വാല്യൂസ് നമുക്ക് പകുതിയായിട്ടല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഇവിടെ റിവേഴ്സ്ഡ് സൈസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഓൾറെഡി എത്രയാണെന്ന് നോക്കാം, 22 ആണ്. നമുക്കൊരു 30 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അത് കുറച്ചും കൂടെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡാറ്റാസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് വേണ്ട പോലത്തെ ഡാറ്റാസ് ആക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഗെറ്റ് ടൈറ്റിൽസ് വിഡ്ജറ്റ്. ഗെറ്റ് ടൈറ്റിൽസ് വിഡ്ജറ്റിലേക്ക് റിട്ടേൺ ചെയ്യുന്നൊരു വിഡ്ജറ്റ് ആയിരിക്കും. നമ്മൾ തൽക്കാലം ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആഡ് ചെയ്തിട്ട് അവിടെ ഒരു സെപ്റ്റംബർ എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നു. അടിയിലേക്ക് നോക്കിയേ, എല്ലാ പ്രോപ്പർട്ടീസും സെപ്റ്റംബർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഡാറ്റ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത്രയും വാല്യൂസ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതെങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടി നമുക്ക് ഇൻഡെക്സ് വേണം. ഇൻഡെക്സ് നമുക്കിവിടെ വാല്യൂ എന്ന് പറഞ്ഞൊരു ഇത് കിട്ടുന്നുണ്ട്, പക്ഷേ ഡബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഇൻഡെക്സ് ഈക്വൽ ടു വാല്യൂ ഡോട്ട് ടു ഇൻഡെക്സ് കിട്ടി. ഇനി നമ്മളൊരു ഈ പ്രോപ്പർട്ടിയിൽ ഇൻഡെക്സ് 0 ആകാൻ പാടില്ല. അപ്പോൾ ഇൻഡെക്സ് എപ്പോഴും 0 വലുതായിരിക്കണം. ഓക്കെ, അതുപോലെ ഒരു കണ്ടീഷൻ കൂടെ ഇതാണ്, നമ്മുടെ മന്ത്സ് ഡോട്ട് ലെങ്ത് എപ്പോഴും ഇൻഡെക്സിനേക്കാളും വലുതായിരിക്കണം. ഓക്കെ, ഇൻഡെക്സിനേക്കാളും വലുതായിരിക്കണം. ഇനി ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ടെക്സ്റ്റ് വിഡ്ജറ്റാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്.
അതിൽ ടെക്സ്റ്റിൽ മന്ത്സ് ഓഫ് ഇൻഡെക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഡെക്സിനനുസരിച്ച് ഓരോ മന്തുകൾ അങ്ങോട്ട് ആഡ് ആയിക്കോളും. ഇനിയിപ്പോൾ ഇൻ കേസ് ഇവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇൻഡെക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഒരു സൈസ്ഡ് ബോക്സ് ഡോട്ട് സ്ട്രിങ് കൊടുക്കാം. അപ്പോൾ അത് സ്ട്രിങ് ആയി പോയിക്കോളും. കണ്ടോ, നമ്മുടെ വാല്യൂസ് ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫെബ്രുവരി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെസ്താന്ന് കൊടുത്തിട്ടുണ്ട്, ലെസ്താൻ ഈക്വൽ ടു കൊടുക്കുക. അപ്പോൾ ജനുവരി തൊട്ട് വന്നോളും. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കസ്റ്റമായിട്ട് ഇവിടെ വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഇവിടെ വന്നിട്ട്. അപ്പോൾ ലൈൻസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരു ടൂൾ ടിപ്പ് കാണിക്കുന്നുണ്ട്. ആ ടൂൾ ടിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി ഇവിടെ വരിക. അതിൽ ലൈൻ ടച്ച് ഡാറ്റ എന്ന് പറഞ്ഞൊരു ക്ലാസ് അവൈലബിൾ ആണ്. ലൈൻ ടച്ച് ഡാറ്റയിൽ ടൂൾ ടിപ്പ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അതിൽ ലൈൻ ടൂൾ ടിപ്പ് ഡാറ്റ എന്ന് പറഞ്ഞ ക്ലാസ് അവൈലബിൾ ആണ്. ഗെറ്റ് ടൂൾ ടിപ്പ് കളർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് ടൂൾ ടിപ്പ് കളറായിട്ട് കൊടുത്തേക്കുന്നത്? ഇപ്പോൾ ഒരു ലൈറ്റ് ഗ്രേ ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് അതിൻ്റെ കളർ മാറ്റി നമുക്ക് കളേഴ്സ് ഡോട്ട് ഡീപ്പ് ഓറഞ്ച് ആക്കി കൊടുക്കാം എന്ന്. കണ്ടോ, അങ്ങനെ ഇതുമായിട്ട് ടൂൾ ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ പോയി കസ്റ്റമൈസ് ചെയ്യാം. ഇത്രമാത്രം ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആപ്പിൻ്റെ രീതിക്ക് അത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ എടുത്ത് നോക്കുക. ഇതേപോലെ നമുക്ക് ലെഫ്റ്റിൽ ഐക്കൺസ് കൊണ്ടുവരാം. ഇതേപോലെ വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഈ ലൈൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ നെഗറ്റീവ് എങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതെവിടെ വരിക. നമ്മളിവിടെ മിനിമം 0 ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇവിടെ നിങ്ങളൊരു -10 ആക്കി കൊടുത്തു നോക്കിയേ. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് വാല്യൂ വന്നു. ഇത്രയും പോർഷന് ഇവിടെ നെഗറ്റീവായി. ഇങ്ങനെ ഒരു ലൈന് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. ആ ഗ്രിഡൊക്കെ ഓഫാക്കി വെച്ചുകൊണ്ടാണ് അതൊന്നും കാണാത്തത്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിക്ക് ആവും. ഞാൻ പഴയ പോലെ ആക്കുന്നു. ഇനി നമുക്ക് ഇതിൽ ഒരൊറ്റ ലൈൻ നമ്മൾ ആഡ് ചെയ്തുള്ളൂ. നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് ഇതേപോലെ ആഡ് ചെയ്യണമെന്ന് വെച്ചോ, അതെങ്ങനെ ചെയ്യാൻ പറ്റും? അത് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് വരിക. നമ്മൾ ഒരൊറ്റ സ്പോട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇത് എന്താണ്, ഇവിടെ ഒരു ലൈൻ ചാർട്ട് ബാർ ഡാറ്റ എന്ന് പറഞ്ഞ ഒരൊറ്റ ഡാറ്റ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന എന്താണ്, ലിസ്റ്റ് ഓഫ് ലൈൻ ചാർട്ട് ബാർ ഡാറ്റകളെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് കോപ്പി ചെയ്യുക, ഒന്നുകൂടെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കളറ് നമുക്കൊന്ന് റെഡ് ആക്സെൻ്റ് ആക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ വേറെ പ്രോപ്പർട്ടീസ് ഒന്നും മാറ്റുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ സ്പോട്ടുകളൊന്ന് മാറ്റി കൊടുക്കുക. ഇത് സേവ് ചെയ്താൽ ഇതിൻ്റെ മോഡിൽ കോഡ് തന്നെ അതേ സ്പോട്ടിൽ കോഡ് തന്നെയാണ് ലൈൻ പോവുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ സ്പോട്ടുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇത് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് 3 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, x0 വേണം. 3 കഴിഞ്ഞിട്ട് എങ്ങനെ പോകണം? ഇങ്ങനെ പോവാം. 3 കഴിഞ്ഞ് 6ലേക്ക് പോവാം. ഇങ്ങനെ ഇങ്ങോട്ട് വരാം. ഓക്കെ, 3 6 2 1. ഓക്കെ, ഒരു 6 8 വരെ കൊടുക്കാം. എന്താ വരുന്നത് നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. കണ്ടാ, ഇങ്ങനെ വന്നു. 3 സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു. ഇതെനിക്ക് ഇവിടെ ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ആണ് നമ്മളിവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓക്കെ. എന്താ പറയുക, ഈ രീതിക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇതാണ് വൈലെ ഡാറ്റ. ഇനി നമുക്കിതിൻ്റെ റേഷ്യോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം കുറയും. ഇപ്പോൾ ഇതൊരു സ്ക്വയർ രൂപത്തിലാണുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ റേഷ്യോ നമുക്കൊന്ന് 1.5 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ സ്ക്വയർ എന്നുള്ള മാറും, റെക്റ്റാങ്കിൾ ആയിക്കോളും. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതുണ്ടോ, 2 ലൈൻസ് ഉണ്ട്. 2 ലൈൻസും തമ്മിലുള്ള ഓക്കെ, ഇവിടെ അതിൻ്റെ എക്സാമ്പിൾസ് ഇല്ലയെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇവിടെ ഇല്ല. ഈ 2 ലൈൻസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കണം എന്ന് വെച്ചോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം.
ബിറ്റ്വീൻ ബാർസ് ഡാറ്റ, ഇതാണ് നമുക്ക് വേണ്ട സാധനം. ബിറ്റ്വീൻ ബാർസ് ഡാറ്റ എന്നുള്ള ഒരു ലിസ്റ്റ് ഓഫ് എന്താണ് സ്വീകരിക്കുന്നത്, ലിസ്റ്റ് ഓഫ് ബിറ്റ്വീൻ ബാർസ് ഡാറ്റയാണ് സ്വീകരിക്കുന്നത്. ബിറ്റ്വീൻ ബാർസ് ഡാറ്റ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം എത്ര ഇൻഡെക്സ് തൊട്ട് എത്ര ഇൻഡെക്സ് വരെയുള്ള ഇതിൻ്റെ ഡിഫറൻസ് വേണമെന്നുള്ളത്. ഇപ്പം നമുക്ക് ആകെ രണ്ട് ഇൻഡെക്സേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് 0 ആയിരിക്കും, സെക്കൻഡ് ഇൻഡെക്സ് 1 ആയിരിക്കും. അപ്പോൾ ഈ 2 ഇൻഡെക്സ് ഒന്ന് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ മാർക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ലൈനും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിതിവിടെ ആംബർ കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് മാറ്റുന്നു. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത 0th ഇൻഡെക്സിൻ്റെയും ഫസ്റ്റ് ഇൻഡെക്സിൻ്റെയും മാത്രം ഡിഫറൻസ് മാത്രമാണ് ഇവിടെ ഷെയ്ഡായി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 0 മുതൽ ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ ഇതുവരെയുള്ള ഫുൾ ഇൻഡെക്സിന് ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ ഈ 1 മാറ്റി 2 ആക്കി കൊടുക്കുക. കണ്ടോ ഇപ്പോൾ 0 മുതൽ എന്താ പറയുക 2 വരെയുള്ള ആ ഡിഫറൻസ് ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ട് ഇതുവരെയുള്ള ഇൻഡെക്സ് ഷെയ്ഡാക്കണമെങ്കിൽ ഇതും 0 മാറ്റി 1 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി. ഈ 1ഉം ഇതും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഫറൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പല രീതിക്ക് നമുക്ക് ഈ ലൈൻ ചാർട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതേപോലെയൊക്കെ നമുക്ക് ഗ്രേഡിയൻസ് ആഡ് ചെയ്യാം. ഇതേപോലെയൊക്കെ നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ട് എന്താണ് യൂസറിനെ ഐ ക്യാച്ചിങ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതെല്ലാത്തിനും ഗ്രേഡിയൻ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ആ രീതിക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിക്കാവും. ഓക്കെ, ഞാനിപ്പോൾ കുറച്ചും കൂടെ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ആഡ് ചെയ്ത ആ ചാർട്ട്, ആദ്യം ക്രിയേറ്റ് ചെയ്ത ചാർട്ട് മുകളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ നമ്മൾ ആഡ് ചെയ്ത ആ ലൈൻ്റെ അടിയിലേക്ക് ഒരു ഗ്രേഡിയൻ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രേഡിയൻ്റ് കൊടുത്തൊക്കെ ഈ കോഡിലുണ്ട്. ഇതാ ഇവിടെ ഗ്രേഡിയൻ്റ് കൊടുത്ത ഡാറ്റാസൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. ഇതാ ലൈൻ ചാർട്ട് ബാർ ഡാറ്റേൻ്റെ അടിയിൽ കളേഴ്സിൻ്റെ ഉള്ളിൽ ഇതാ ബിലോ ബാർ ഡാറ്റ ഇതെങ്ങനെ ഗ്രേഡിയൻ്റ് ചെയ്യാന്നുള്ള കോഡ് ഇതാ ഇവിടെ ഉണ്ട്. ഓപ്പോസിറ്റ് ഇങ്ങനെ കൊടുത്ത് ആ രീതിക്ക് ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേറൊരു ബാർ ഡയഗ്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ കർവ് അല്ല നമ്മൾ ഓക്കെ. ഇനി ഇതിൽ ഈ സ്റ്റീപ്പ് ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്ത് ട്രൂ ആക്കി കൊടുത്തു നോക്കിയാൽ കണ്ടോ അത് കർവ് എന്നുള്ള മാറിയിട്ട് ബോക്സി ഷേപ്പായി. ഇപ്പോൾ ഒരു ബോക്സ് ഡയഗ്രാം പോലത്തെ ഒരു ഷേപ്പായിട്ടുണ്ട്. ഇനി സ്ട്രോക്ക് ക്യാപ്പ് റൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതാണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇതിപ്പോൾ അതിൻ്റെ അറ്റം ജസ്റ്റ് റൗണ്ടഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ഫ്ലട്ടറിൻ്റെ ഫീച്ചേഴ്സും പാക്കേജസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോസ് ഇനിയും ഈ ചാനലിൽ വരുന്നതായിരിക്കും. അത് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.